നമ്മളിപ്പം ഹോട്ടൽ ലൂസിയ ഇൻ്റർനാഷണലിൻ്റെ വെളിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് സെക്കൻഡ് ഡേ ആണ്. നമ്മൾ നേരെ മൈസൂർ പാലസ് കാണാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഇത് താഴെ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. 1 സെക്കൻഡ്. അച്ഛൻ നടന്നു പോകുന്നു. അമ്മ എന്ത് മേടിക്കാനാ? ഇപ്പം അത് തിരിച്ചു വരുമ്പോ മേടിക്കാം. അപ്പോൾ എല്ലാവരും വണ്ടിയിലേക്ക് പോവാണ്. വാ, പിടിച്ചോ, കയ്യെ പിടിച്ചോ. പാറസേ തുണിക്കടകൾ, ഇവിടെ ഫുള്ള് തുണിക്കടകളുണ്ട്. നമ്മുടെ ലൂസിയയുടെ താഴെയാണ്. ഇവിടെ ഫുള്ള് തുണികളാണ് കൂടുതൽ. നമ്മളിന്ന് കഴിച്ച ലൂസിയയുടെ ഓപ്പോസിറ്റിലുള്ള അജന്ത വെജ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. ഫുഡ് ഒരു നോർമൽ ഫുഡായിരുന്നു. വലിയ അതിനകത്ത് പ്രത്യേകിച്ച് നല്ലതെന്നൊന്നും പറയാനില്ലായിരുന്നു. ഒരു നോർമൽ ഫുഡായിരുന്നു. ശരിക്കും ഇഷ്ടപ്പെട്ടില്ല. വണ്ടി ഇവിടെ റെഡിയായിട്ട് കിടക്കുന്നുണ്ട്. ആ ശരിക്കും ഓൾറെഡി അവരെല്ലാം വന്ന് വണ്ടി സെറ്റായി. അമ്മ എന്ന് കാര്യം ഒന്ന് കൈ പിടിച്ചു. അച്ഛനെ കൂടെ കേട്ടെ. ഇപ്പൊ നമ്മള് വന്നിരിക്കുന്നത് മൈസൂർ പാലസിന്റെ അകത്താണ്. പാലസിന്റെ കുറച്ച് വിഷ്വൽസ് വരാം. എല്ലാവരും ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള. ഇതാണ് മൈസൂർ പാലസ്. അതിൻ്റെ വിഷ്വൽസാണ്. കുറേ ആക്റ്റീവ് വിഷ്വൽസ് കൂടെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. ചിലമ്മയ്ക്ക് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇതൊക്കെ നടന്നു പോകുന്നത്. ഇവിടെ എല്ലാവരും ഫോട്ടോ സെക്ഷനാണ് കൂടുതലും. പൊന്നൂസേ പൊന്നൂസേ ഇനി മൈസൂർ പാലസ് കണ്ടു കാണുന്നതാണ്. ഞാൻ ഓൾറെഡി 2 വട്ടം കണ്ടിട്ടുണ്ട്. 2 വട്ടം 2 ടൈംസ്. ഈ മൈസൂർ പാലസ് ഒരു പാലസ് വെച്ചാലോ? ആയിക്കോട്ടെ. പൊന്നും ഞാനും കൂടെ ഷെയർ ഇട്ടൊരു മൈസൂർ പാലസ് ഉണ്ടാക്കാൻ പോവാം. നമ്മളെ മൈസൂർ പാലസിന്റെ എൻട്രി ഗേറ്റിലേക്ക് കയറിയിരിക്കുന്നത് ഈ കാണുന്നതാണ് മൈസൂർ പാലസ്. ഇതുപോലൊരു പാലസ് ഇത് നിന്റെ ഹണിമൂൺ നീ സോളോ ആയിട്ട് വന്നോ? 5 ഇത് കേൾക്കുന്നുണ്ടല്ലോ. വീഡിയോ കോൾ ചെയ്ത് അവിടെ കാണിച്ചിട്ടുള്ള ഞാനെങ്ങും പോയില്ല. കാലത്ത് കുതിരവണ്ടികളായി കിടക്കുന്നത്. അതിനകത്ത് എനിക്ക് തോന്നുന്നു സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു. നല്ല പീരങ്കിയുണ്ട്. ആ പീരങ്കി കിടക്കുന്നു. എന്താ അത് പീരങ്കിയാണ്.
യൂസ് ചെയ്തിരുന്ന ലിഫ്റ്റാണ്. സൈഡിൽ കൂടെ സ്റ്റെയർ വുഡൻ ഫുള്ളുണ്ട്. ഇത് ലിഫ്റ്റും റൂഫുണ്ട്. അതിൻ്റെ ഫുള്ള് വുഡൻ ഡിസൈൻസ് കൊടുത്തിട്ട് ഇതൊരു മിററായി കാണുന്നത്. ഫുൾ ക്രിസ്റ്റൽ മിറേഴ്സ്. ഇത് രാജാവിൻ്റെ ചെയേഴ്സാണ്. ചെയേഴ്സ് ഇത് രാജാവിൻ്റെ ഗോൾഡൻ ഹൗസ. ഏതാണ്ട് 750 കിലോ വെയിറ്റ് വരുന്ന സാധനമാണ്. ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആണെന്നാണ് തോന്നുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് ആനപ്പുറത്താണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് കൃഷ്ണരാജ് വാദ്യാർ. ഇദ്ദേഹമാണ് നമ്മൾ ഇന്നീ കാണുന്ന മൈസൂർ പാലസിനെ ഈ ഒരു രൂപത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പ്രതിമയാണ്. പക്ഷെ നമ്മൾ ഈ അടുത്ത് നിൽക്കുമ്പോഴേ അങ്ങനെ ഒരാൾ അവിടെ ഇരിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് വല്ലാത്തൊരു ഫീലിങ്സാണ്. നമ്മൾ ഇത്രയും അടുത്ത് നിൽക്കുമ്പോൾ രാജാവ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇൻറ്റീരിയേഴ്സ് കണ്ടില്ലേ, ആ പില്ലേഴ്സൊക്കെ കൊടുത്തിട്ട് ഒരു ഒറ്റ പാറ്റേൺ, ആ നല്ല ഡിസൈൻസും ഒറ്റ കളർ പാറ്റേൺസും ഒക്കെ ഉണ്ട്. എന്ത് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ എൻജിനീയേഴ്സ് ഇതൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം. അത്രയ്ക്ക് എത്ര വർഷം മുമ്പ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പില്ലേഴ്സൊക്കെ. രാജാവ് പൊതുജനങ്ങളുമായിട്ട് സംവദിക്കുന്ന ഒരു ഏരിയ ഈ കാണുന്നത്. അതിനകത്ത് ആ കാണുന്ന സീറ്റിങ്സ് മൊത്തം വിശിഷ്ട അതിഥികൾക്ക് ഇരിക്കാനുള്ള സ്പേസിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. ഓരോ സെക്ഷനിൽ ഏറ്റവും മുകളിൽ കുറച്ച് പോർഷൻസ് ഉണ്ട്. അവിടെ രാജാവിൻ്റെ റിലേറ്റീവ്സും ഏറ്റവും അടുത്തുള്ള ലേഡീസ് അവർക്ക് ഇരിക്കാൻ, അത് കർട്ടൻ ഇട്ട് മറച്ചിരിക്കുന്ന ഒരു പോർഷനാണ്. പിന്നെ ഇത് ബാക്കിലോട്ട് വരുമ്പോൾ എല്ലാം ഓപ്പൺ സ്പേസ് ആണ്. ഇതിപ്പോൾ നമ്മൾ അവിടെ നിന്നുള്ള പുറത്തോട്ടുള്ള വിഷ്വൽസാണ് കാണുന്നത്. ഇപ്പോൾ അത്രയും ഭടന്മാരൊക്കെ നിൽക്കാനുള്ള കാര്യങ്ങൾ. ഇത് റൂഫിങ് ഉണ്ടല്ലേ, റൂഫിംഗ് ഒക്കെ അടിപൊളി റൂഫിങ്ങാണ്. അന്നത്തെ ഇത്ര വർഷം മുമ്പ് ചെയ്തിരിക്കുന്നതാണ് ഓർത്തോണേ. രാജാവ് ഇരിക്കുന്ന ഈ സെൻറ്ററിലാണ്, സെൻട്രൽ പോർഷനിലായിരുന്നു. അപ്പം പുള്ളി എന്താണ് ഇവിടെ അന്ന് നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഓരോ കാര്യങ്ങൾ മൈസൂർ പാലസ് ഒരു രക്ഷയില്ല. നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും, നടന്നു പോകും. ഇതുണ്ടല്ലേ ഈ ഇത് പണ്ടത്തെ ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു സ്റ്റൈൽ. ഈ പില്ലേഴ്സൊക്കെ ഇങ്ങനെ ഇത്രയും മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പില്ലേഴ്സിൻ്റെ ഒരു പാറ്റേൺ തന്നെ വരുന്നുണ്ട്. അത് ഈ ഇങ്ങനെ ദൂരെ സ്ട്രെച്ച് ചെയ്ത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഗോൾഡൻ മിക്സുള്ള കളേഴ്സ്. മേളത്തെ റൂഫ് ലൈറ്റിങ്സ് ഉണ്ടല്ലേ, ഇതുപോലുള്ള കൺസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട് ദൈവത്തിന്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ മൈസൂർ പാലസ് ഫുള്ള് കവർ ചെയ്തു. നമ്മൾ പെട്ടെന്ന് ഇറങ്ങാൻ കാര്യമെന്ന് വെച്ചാൽ അച്ഛനും അമ്മയ്ക്കും കുറച്ച് നടക്കാനൊക്കെ വെച്ച ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്ത് ഇറങ്ങി. അപ്പോൾ ഈ ഫുഡ് കഴിച്ചിട്ട് നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് വൃന്ദാവൻ ഗാർഡൻ പോവാം. മൈസൂർ ശരിക്കും പറഞ്ഞാൽ കുറേ ഏരിയാസ് ഇനി കാണാനുണ്ട്, കുറേ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കാണാനൊന്നും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ മൈസൂറും ഇതും മാത്രമാക്കില്ല. ശരിക്കും രണ്ടുപേർക്കും തീരെ നടക്കാൻ മേലാത്തതുകൊണ്ട് ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം കുറേ ടൈം കൂടുതൽ കൺസ്യൂം ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഈ 2 സ്ഥലമായിട്ട് മാറ്റി, മൈസൂർ പാലസും വൃന്ദാവൻ ഗാർഡനും മാത്രം. അപ്പം ഈ ഫുഡ് കഴിച്ച് നമ്മുടെ ഈ പാർട്ട് 2 ഇവിടെ തീരുവാണ്. പാർട്ട് 3 വൃന്ദാവൻ ഗാർഡൻ ആയിരിക്കും വീഡിയോസ്. അപ്പോൾ അങ്ങനെ ഈ ബാംഗ്ലൂർ ട്രിപ്പിൽ 3 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലൈറ്റിൽ വന്നത്, പിന്നെ മൈസൂർ പാലസും, പിന്നെ വൃന്ദാവൻ ഗാർഡൻ. ഓക്കെ, അപ്പം ഐ ആം സൈനിങ് ഓഫ് ഫ്രം GK സ്നാപ്ഷോട്ട്. അപ്പം അടുത്ത പാർട്ടും വാച്ച് ചെയ്യുക. താങ്ക് യു.